എല്ലാ തരം വിഭവങ്ങളുടെ കൂടെയും സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ വരെ ഈ ഒരു ബീഫ് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് എൻ്റെതായ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഏകദേശം 1 കിലോ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് നന്നായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും എടുക്കാം. ബീഫ് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ചെറിയുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതക്കിയെടുക്കണം. ഇനി നമ്മളൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകത്തിൻ്റെ ഒക്കെ ഒരു പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ്. ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. അതായത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ പകുതി മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത്, പകുതി നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. എങ്കിൽ നല്ലപോലെ ബീഫിൽ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ബീഫ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബീഫ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ബീഫൊക്കെ വേവിക്കുമ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ ബീഫ് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരികയുള്ളൂ. അപ്പോൾ ബീഫ് ഒന്ന് വേവുന്നത് വരെ വെച്ച് കൊടുക്കാം. എനിക്ക് 7 വിസിലോളം വേണ്ടി വന്നു ബീഫ് വേവാൻ വേണ്ടിയിട്ട്. ബീഫ് ഒന്ന് വേവുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു കടായി അടുപ്പിൽ വെച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1/4 കിലോ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതായത് 250 ഗ്രാം ചെറിയുള്ളി. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 2 മീഡിയം സൈസ് വലിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ വെച്ച് കൊടുക്കണം. അതായത് ഈ ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ വെച്ച് കൊടുക്കണം. ഒരുപാട് സമയം വാട്ടിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതായത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. നല്ല ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിൽ ഫുള്ളായിട്ട് ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവാൻ. ഞാനിവിടെ പകുതി ചെറിയുള്ളിയും പകുതി വലിയുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നാൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് ചതക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നീളത്തിൽ കീറിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ ഉള്ളിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാവൂ, ഇല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ബീഫിൽ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളുടെയും പകുതി നേരത്തെ ബീഫിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷമാണ് പൊടികൾ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പച്ചമണം മാറി കിട്ടും. എണ്ണയിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ പൊടികൾ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതായത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ നല്ലപോലെ വേവായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളത്തോട് കൂടെ തന്നെയാണ് ഉള്ളിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെള്ളം കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊന്നങ്ങ് വറ്റിച്ചതിന് ശേഷം ഉള്ളിയിലേക്ക് ചേർത്താൽ മതി. അല്ലാതെ ഊറ്റിയിട്ട് ഒരിക്കലും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഉള്ളിയിലേക്ക് നമ്മൾ ബീഫ് വെള്ളത്തോട് കൂടെ ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കലക്കിയിട്ട് അതുകൂടെ ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ചെറിയുള്ളിയും മസാലപ്പൊടികളും ബീഫും എല്ലാം കൂടെ നല്ലപോലെ ഒന്നങ്ങ് യോജിച്ച് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ ബീഫ് ഊറ്റിയിട്ട് ബീഫ് മാത്രം ചേർക്കരുത്. ബീഫിൻ്റെ വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ല പോലെ ഒരു ബ്രൗൺ കളറിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിത് സാധാരണ ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ നമുക്കിത് 1 മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളക്, അതായത് വറ്റൽ മുളക് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇത് എണ്ണയോട് കൂടെ തന്നെ, അതായത് വെളിച്ചെണ്ണയോട് കൂടെ തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈനെസ്സും വെറ്റ്നെസ്സും ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.